അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അനന്തരാവകാശം ഓരോരുത്തർക്കും വിഹിതങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയെന്ന് പഠിക്കാം. ഭർത്താവ്, അതിന് രണ്ട് രൂപങ്ങളാണ് വരാനുള്ളത്. ഒന്ന്, മരണപ്പെട്ട വ്യക്തിക്ക് മക്കൾ ഉണ്ടാവുക, മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് ലഭിക്കുക നാലിൽ ഒരു വിഹിതമായിരിക്കും. മക്കളില്ല എങ്കിൽ അനന്തരാവകാശത്തിന്റെ നേർപകുതി ഭർത്താവിന് ലഭിക്കും. ഇനി ഭാര്യയ്ക്ക് ലഭിക്കണമെങ്കിൽ മക്കളുണ്ടെങ്കിൽ 8/1 ലഭിക്കുക, മക്കളില്ല എങ്കിൽ 4/1 വിഹിതവുമായിരിക്കും ലഭിക്കുക. അതിന് എത്ര ഭാര്യമാരുണ്ടെങ്കിൽ പോലും, 4 ഭാര്യമാരുണ്ടെങ്കിലും ആ 4/1, മക്കളില്ലെങ്കിൽ എല്ലാ ഭാര്യമാർക്കും കൂടി കിട്ടുക. മക്കളുണ്ടെങ്കിൽ 8/1 ലഭിക്കുക. ഇനി പിതാവിന്, മരണപ്പെട്ട വ്യക്തിയുടെ പിതാവ് ലഭിക്കൽ 3 രൂപങ്ങളാണുള്ളത്. ഒന്ന്, മരണപ്പെട്ട വ്യക്തിക്ക് മക്കൾ മറ്റൊക്കെ ഉണ്ട് എങ്കിൽ 6/1 ലഭിക്കും. ഇനി മറ്റു മക്കളോടൊപ്പം എന്ത് ചെയ്യും, ചിലപ്പോൾ 6/1 കിട്ടും. അത് വേറെ നിലക്ക് മുട്ടുമ്പോൾ എന്തുണ്ടാവും, ഹസബക്കാരനായിരിക്കും. അത് മരണപ്പെട്ട വ്യക്തിക്ക് ആരുണ്ടായിരിക്കുക, മകളുണ്ട്, അതോടൊപ്പം മകന്റെ മകളും ഉണ്ട് എങ്കിൽ. ഇനി ഉമ്മാക്ക് ലഭിക്കല് 3 രൂപങ്ങളാണുള്ളത്. ഒന്ന്, മരണപ്പെട്ട വ്യക്തിക്ക് എന്നുണ്ടായിരിക്കുക മറ്റു ആളുകൾക്ക് ഉണ്ടാകുന്നൊരവസ്ഥ, സഹോദരി സഹോദരന്മാരൊക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെ വരുമ്പോൾ എന്താണ് ലഭിക്കുക, 6/1 ലഭിക്കുക. 6/1 ലഭിക്കും, മറ്റു സഹോദരി സഹോദരന്മാരൊക്കെ ഉണ്ടാകുക. ഇനി 3/1 ബാക്കി കിട്ടും. അഥവാ മരണപ്പെട്ട വ്യക്തിക്ക് ഉപ്പ വിട്ട് നിൽക്കുക, ഉപ്പാക്ക് കിട്ടുക 6/1. ആ ഉപ്പാക്ക് ലഭിക്കുന്നതിന്റെ നേർപകുതിയായിരിക്കും ഉമ്മാക്ക് ലഭിക്കുക. ഇനി മകൾക്ക് ലഭിക്കൽ 3 രൂപങ്ങളുണ്ട്. ഒന്ന്, ആ ഒരൊറ്റ മകൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ നേർപകുതി. മറ്റു മക്കൾ പെൺമക്കളാണുള്ളത് എങ്കിൽ 3/2 ഓഹരി എല്ലാ മക്കൾക്കും കൂടി എടുക്കും. ഇനി ആമക്കളും പെൺമക്കളും എല്ലാവരും ഉണ്ട് എങ്കിൽ മകൾക്ക് ലഭിക്കുക, ആൺമക്കൾക്ക് ലഭിക്കുന്നതിന്റെ പകുതിയായിരിക്കും ലഭിക്കുക. ഇനി മകന്റെ മകൾക്ക് അത് 4 രൂപങ്ങളാണ് ഉള്ളത്. അത് പകുതി ലഭിക്കും. മറ്റു ആരുമില്ല, അവകാശിന്റെ ആരുമില്ലെങ്കിൽ ഈ മകന്റെ മകൾ മാത്രമാണുള്ളതെങ്കിൽ നേർപകുതി. ഇനി 3/2 ലഭിക്കും, മറ്റു പെൺമക്കളൊക്കെ ഉണ്ട് എങ്കിൽ. ഇനി മറ്റൊന്ന് 6/1 ലഭിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് മരണപ്പെട്ട വ്യക്തിക്ക് പെൺമക്കളുണ്ട് എങ്കിൽ ഇനി അസബക്കാരായി മാറും. അത് എങ്ങനെ ചോദിച്ചാല് മകന്റെ മകളുമുണ്ട് മകനുമുണ്ട് എന്ന് നോക്കുക. അങ്ങനെ വരുമ്പോൾ ആ മകന് ലഭിക്കുന്നതിന്റെ നേർപകുതിയാണ് ഈ മകൾക്ക് ലഭിക്കുക. ഇനി മാതാപിതാക്കളൊത്ത സഹോദരി സഹോദരന്മാർ, അവർക്ക് 3 അവസ്ഥകളാണ് ഉള്ളത്. ഒന്ന്, അവർ മാത്രം ഉള്ള ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ അവർക്ക് നേർപകുതി അവർക്ക് ലഭിക്കും. ഇനി 3/2 ലഭിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് അവർക്ക് മറ്റു 1/2 സഹോദരിമാരുണ്ട്. ഇനി അസബക്കാരനായി മാറും. അഥവാ അവർക്ക് സഹോദരിമാരുമുണ്ട് സഹോദരന്മാരുമുണ്ട്, സഹോദരന്മാരുണ്ട് എങ്കിൽ സഹോദരന്മാർക്ക് ലഭിക്കുന്നതിന്റെ നേർപകുതി ഈ സഹോദരിമാർക്ക് ലഭിക്കും. ഇനി പിതാവ് ഒത്ത സഹോദരിയാണ് എങ്കിൽ അതിന് 4 രൂപങ്ങളുണ്ട്. അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഉപ്പയൊത്ത സഹോദരി സഹോദരന്മാരോടെ കൂടെ തന്നെ മറ്റെന്തുണ്ട്, മറ്റ് ഒരൊറ്റ അവസ്ഥയും കൂടിയേ അതിൽ ഉള്ളൂ. അതെന്താണ് ചോദിച്ചാൽ അസബക്കാരനായിരിക്കും. 6/1 അത് മറ്റ് സഹോദരി സഹോദരന്മാരോടൊപ്പം കിട്ടുന്നതാണ്. ഇനി വല്ലുപ്പക്ക് വിശദീകരണം അത് കുറച്ച് കൂടുതൽ പറയേണ്ടതാണ്. അത് നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ പറയാം. അത് കുറച്ച് വിശാലമായ ഒരു ചർച്ച ഉള്ളതാണ്. മറ്റൊന്ന്, വല്ലുമ്മക്ക് ലഭിക്കല് 6/1. അതെങ്ങനെ ചോദിച്ചാല് മറ്റുള്ള ആളുകൾ ഉണ്ടായിരിക്കെ. ഇനി വലതിൽ ഉമ്മ എന്ന് പറയും. ഈ വലതിൽ ഉമ്മിന് ലഭിക്കല് 2 അവസ്ഥകളാണുള്ളത്. ഒന്ന്, സുദുസ് 6/1 ലഭിക്കും, മറ്റുള്ള ആളുകൾ ഉണ്ടായിരിക്കാൻ. ഇനി 3/1 കിട്ടും, അത് മറ്റ് ആരും ഇല്ല എങ്കിൽ ഈ വലതിൽ ഉമ്മിന് ലഭിക്കൽ 3/1 വിഭാഗമായിരിക്കും. ഇതാണ്
അനന്തരാവകാശത്തിൽ വരുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന വിഹിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.